ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിൻ്റെ പുതിയ ഗവർണറായി ചുമതല ഏൽക്കുമ്പോൾ അനവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. കാരണം നമുക്കറിയാം, കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയത് യൂണിവേഴ്സിറ്റികളുടെ പേരിലായിരുന്നു. സർവകലാശാലയിൽ നടക്കുന്ന അനധികൃത നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. ഇല്ലെങ്കിൽ സർവകലാശാലയുടെ നിയമങ്ങളും ചട്ടക്കൂടുകളും ഒക്കെ കർശനമായി പാലിക്കുന്നതിൻ്റെ പേരിലായിരുന്നു. സമാനമായി തന്നെ ആയിരുന്നു ബീഹാർ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ബീഹാറിൽ. നിതീഷ് കുമാറുമായി അത്ര നല്ല സുഖകരമായ ബന്ധമായിരുന്നില്ല അർലേക്കറിന്. പക്ഷേ അർലേക്കർ ബീഹാറിലെ സർവകലാശാലകളുടെ നിയമങ്ങളിലൊക്കെ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുകയും അത് ചിട്ടയോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകാൻ വലിയ നീക്കങ്ങൾ നടത്തി. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലെത്തുമ്പോൾ അദ്ദേഹത്തിന് സർവകലാശാലകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ഇടപെടാനില്ല. ഏതാണ്ട് അർലേക്കർ എല്ലാം ശരിയാക്കിയിട്ട് തന്നെയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഇവിടെ എന്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് ഗവർണറായി പോകുന്നു എന്നൊരു ചോദ്യം ഉയരുമ്പോഴാണ് ചില സൂചനകൾ പുറത്തു വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തവണ ബീഹാർ ഞങ്ങൾ ഭരിക്കും എന്നാണ് പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ ബി.ജെ.പിയുടെ ബീഹാർ ഘടകം പറയുന്നത് നിതീഷ് നയിക്കും എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെയൊക്കെ ഒരു രീതി അനുസരിച്ച് അവരുടെ നിലവിലുള്ള മുഖ്യമന്ത്രിമാർ തന്നെയാണ് തെരഞ്ഞെടുപ്പിലും നയിക്കാറുള്ളത്. അതായത് പുതിയ നേതാവിനെ അവർ കണ്ടെത്താറില്ല. പക്ഷേ മഹാരാഷ്ട്ര ബീഹാറിൽ ആവർത്തിക്കും എന്നുള്ള വാർത്തകൾക്കിടയിലാണ് ദില്ലിയിൽ അമിത് ഷാ പറയുന്നു ഞങ്ങൾ ഭരിക്കും, ബി.ജെ.പി ഭരിക്കുമെന്ന് അദ്ദേഹം ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ബീഹാർ സംസ്ഥാന ഘടകം പറയുന്നു നിതീഷ് നയിക്കുമെന്ന് പറയുന്നു. നിതീഷ് നയിക്കും എന്ന് പറയുമ്പോൾ അതിൽ പുതുമയായിട്ടൊന്നുമില്ല. കാരണം ബി.ജെ.പിയിലെ എൻ.ഡി.എ സർക്കാരുകളൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ മുഖ്യമന്ത്രിമാർ തന്നെയാണ് അത് നയിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അവരുടെ എക്കാലത്തെയും വലിയ സ്വപ്നമാണ് ബീഹാർ ഭരിക്കുക എന്നുള്ളത്. ആ ബി.ജെ.പി അവിടെ ഭരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതിന് കുറച്ചുകൂടി ബലം പകരുവാനാണ് ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് ഈ സോഷ്യലിസ്റ്റുകളുടെ പൊളിറ്റിക്സ്, ജനതാദളുകാരുടെ പൊളിറ്റിക്സ് നന്നായി അറിയാവുന്ന, യു പിയും ബീഹാറിലെയും ഒക്കെ രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരു ഗവർണറുടെ സാന്നിധ്യം ബി.ജെ.പി ആഗ്രഹിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ നിതീഷ് കുമാർ വിലപേശാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് എങ്കിൽ മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെ ഗവർണർമാർ കളിച്ച അതേ കളി തന്നെ കളിക്കുവാനാണ് ആരിഫ് മുഹമ്മദ് ഖാനെ, അതായത് പ്രത്യേകിച്ച് ബീഹാർ രാഷ്ട്രീയമൊക്കെ നന്നായി അറിയാവുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ഇപ്പോൾ ബീഹാർ ഗവർണർ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ നൽകുന്ന വിവരം. ഏതായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് ബി.ജെ.പി നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ പ്രചരണമൊക്കെ ബി.ജെ.പി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിതീഷ് കുമാർ ഒരു വലിയ യാത്രയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.